ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈശോയുടെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയോടുമായി ഈശോ അസന്നിഗ്ധമായി പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ് സ്വയം പരിത്യജിക്കുക, ജീവിതത്തിൻ്റെ കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കുക. ഒരു ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ പുറകെ, ഈശോ നടന്നു തീർത്ത കുരിശ് യാത്ര, ഈശോയുടെ പുറകെ, ഈശോ ചുമന്ന കുരിശിൻ്റെ പുറകെ അതേ യാത്ര പിന്തുടരുവാനുള്ള വിളിയും നിയോഗവുമാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളത്. ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനാൽ തന്നെ ഏറ്റവും പ്രയാസമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യാനി എന്ന പേരിൽ അറിയപ്പെടാൻ ഒരുപക്ഷെ പ്രയാസമുണ്ടാകണമെന്നില്ല. പേരിൽ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് പ്രയാസമാകണമെന്നില്ല. പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനിയാവുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസമുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം സ്വയം പരിത്യജിക്കുക എന്നുള്ളത് ഏറെ പ്രയാസം, കുരിശെടുക്കുക എന്നുള്ളത് ഏറെ പ്രയാസം, കുരിശുമെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളത് ഏറെ പ്രയാസം. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുവാൻ സ്വയം പരിത്യജിക്കണമെന്നും കുരിശെടുക്കണമെന്നും ഈശോയെ അനുഗമിക്കണമെന്നും ഈശോ ഇതാ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ കേവലം ഒരു ആശയം നമ്മുടെ മുൻപിൽ വെറുതെ അവതരിപ്പിക്കുകയായിരുന്നില്ല. ഒരിക്കലും നടക്കാത്ത, ഒരിക്കലും പ്രായോഗികമാക്കുവാൻ പറ്റാത്ത ഒരു ആശയം നമ്മുടെ മുൻപിൽ വെക്കുകയായിരുന്നില്ല കർത്താവ് ഈശോ മിശിഹ. സ്വന്തം ജീവിതത്തിൽ ഈശോ പ്രാവർത്തികമാക്കി കാണിച്ചു തന്നൊരു യാഥാർത്ഥ്യമാണ് ഇത്. സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് ഈശോ ഗാഗുൽത്തായുടെ വിരിമാറിലേക്ക് നടന്നു നീങ്ങി താൻ പറഞ്ഞതൊക്കെയും ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ചു തന്നു. ഇതേ യാഥാർത്ഥ്യം ഈശോ സ്വന്തം ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നതും പറഞ്ഞതുമായ ഈ യാഥാർത്ഥ്യം അതുപോലെ തന്നെ ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ശ്രമിച്ച ഒരുപാട് വിശുദ്ധാത്മാക്കൾ, രക്തസാക്ഷികൾ കത്തോലിക്ക തിരുസഭയ്ക്കുണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട യാഥാർത്ഥ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ സ്വയം പരിത്യജിക്കാൻ, സ്വയം ഇല്ലാതാക്കാൻ തയ്യാറാകണം. കുരിശെടുത്ത് ക്രിസ്തുവിൻ്റെ പുറകെ നടക്കുകയും വേണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കുരിശ് യാത്രയെ നമുക്കൊന്ന് ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ കുരിശ് യാത്രയിൽ കുറെ അധികം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ഇതാ ഭാരമുള്ള കുരിശും ചുമന്ന് നടന്നു നീങ്ങുമ്പോൾ പല പ്രാവശ്യം മുഖമടച്ച് വീഴുന്നു. ഇതുപോലെ തന്നെ തൻ്റെ വത്സല മാതാവിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ദാരുണമായ ഒരു വലിയ സങ്കടത്തിലൂടെ ഈശോയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഓർസലേം നഗരത്തിലെ സ്ത്രീകളെ ഈശോ ആശ്വസിപ്പിക്കുന്നു. ഇതുപോലെ ഈശോയെ സഹായിക്കുന്ന ശിമയോൻ, ഈശോൻ്റെ കുരിശ് ചുമക്കാൻ ഈശോയെ സഹായിക്കുന്ന ശിമയോൻ, ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ കുരിശ് യാത്രയിൽ, ഈശോയുടെ കുരിശ് യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു രംഗമാണ് വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന രംഗം. വേറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന രംഗം ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു അത്ഭുതമാണ് വേറോനിക്ക ചെയ്ത ഈ സംഭവത്തെ ധ്യാനിക്കുമ്പോൾ മനസ്സിൽ തെളിയുക. കാരണം എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത്രയും വലിയ ധൈര്യം ലഭിച്ചത്? കേവലം ഒരു സ്ത്രീക്ക് ഇത്രത്തോളം വലിയ ധൈര്യം എങ്ങനെയുണ്ടായി? റോമൻ പട്ടാളക്കാർ ക്രൂരമാം വിധത്തിൽ ഈശോയെ തല്ലിച്ചതച്ച് ഇത് കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് 3 വർഷം ഊണിലും ഉറക്കത്തിലും കൂടെ കൊണ്ടു നടന്ന് എല്ലാം പഠിപ്പിച്ച, ദൈവരാജ്യത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഗജകേസരി വീരന്മാരായ അപ്പസ്തോലന്മാരാരും തന്നെ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നില്ല. ആരും തന്നെ ഈശോയിൽ നിന്ന് കൃപ സ്വീകരിച്ചവർ, സൗഖ്യം സ്വീകരിച്ചവർ, ഈശോയ്ക്ക് ഓശാന പാടിയവർ, ഈശോയെ മഹത്വപ്പെടുത്തിയവർ, ഇങ്ങനെ ഒരു വ്യക്തിയെയും, അങ്ങനെയുള്ള ഒരു വ്യക്തികളെയും കുരിശ് യാത്രയിൽ ഈശോയോടൊപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇത് എല്ലാവരും തന്നെ ഓടി ഒളിക്കുന്ന കാഴ്ച. ആരും തന്നെ
ഈശോയോട് കൂടെയില്ല. ആർക്കും അതിനുള്ള ധൈര്യവുമില്ല. ആരെങ്കിലും അതിന് തയ്യാറായാൽ തീർച്ചയായും ഈശോ കടന്നു പോകുന്ന ഈ സഹനത്തിലൂടെ അവർക്കും കടന്നു പോകേണ്ടതായിട്ട് വരും. അവർ അതേ ദുരന്തത്തിൽ പങ്കാളികളാവുകയും ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് വെറോനിക്കായി ധ്യാനിച്ചു നോക്കുക. വെറും ഒരു സ്ത്രീക്ക് എങ്ങനെ ഇപ്രകാരം ചെയ്യാനുള്ള വലിയ ധൈര്യമുണ്ടായി? പ്രിയപ്പെട്ടവരെ, വെറും ഒരു സ്ത്രീ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: യഹൂദരുടെ നാട്ടിൽ, പ്രത്യേകിച്ചും ആ കാലഘട്ടങ്ങളിൽ, സ്ത്രീ എന്ന് പറഞ്ഞാൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മൃഗത്തെക്കാളും ശോചനീയമായ ഒരു അവസ്ഥയിലായിരുന്നു. വളരെ പരിതാപകരമായിരുന്നു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ സംസ്കാരത്തിൽ, ആ കാലഘട്ടങ്ങളിൽ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു കുഞ്ഞുദാഹരണം പറയാം. ഒരു സാധാരണ യഹൂദ പുരുഷൻ പ്രഭാതത്തിൽ ഉറക്കമുണർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് പ്രകാരമാണ്: യാഹവേ, ഒരു സ്ത്രീയായും മൃഗമായും എന്നെ സൃഷ്ടിക്കാതിരുന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. യാഹവേ, ഒരു സ്ത്രീയായും മൃഗമായും എന്നെ സൃഷ്ടിക്കാതിരുന്നതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു. ഇതാണ് ഒരു യഹൂദ പുരുഷൻ സാധാരണ പ്രഭാതത്തിൽ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എപ്രകാരമാണ് ഒരു സ്ത്രീയെ ആ നാട്ടിൽ ആ ജനത കണക്കാക്കിയിരുന്നത് എന്നത്. പ്രിയപ്പെട്ട സമൂഹ മധ്യത്തിൽ ഒരു തരത്തിലും പ്രവേശനം ഉണ്ടാകാത്ത, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടാത്ത വിഭാഗമാണ് സ്ത്രീ എന്ന് പറയുമ്പോൾ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടങ്ങളിൽ. അത്തരമൊരു സാഹചര്യത്തിൽ, കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ യഹൂദ സ്ത്രീ എത്ര വലിയ കാര്യമാണ്, ചലഞ്ചാണ്, വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ എത്രയോ ധീരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. പട്ടാളക്കാർക്കിടയിലൂടെ കുതിച്ചു ചാടി ഓടിച്ചെന്ന് ഈശോയെ ആശ്വസിപ്പിക്കാൻ പരിശ്രമിക്കുന്ന, ഈശോയുടെ തിരുമുഖം തുടച്ച് അത്രത്തോളം ആശ്വാസം ഈശോയ്ക്ക് പ്രദാനം ചെയ്യാൻ പരിശ്രമിക്കുന്ന വെറോനിക്കായുടെ ചിത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കതൊന്ന് ധ്യാനിച്ചു നോക്കാം. എങ്ങനെയാണ് വെറോനിക്കാക്ക് ഈ ധൈര്യം കിട്ടിയത്? നമുക്ക് വെറുതെ ഇതിനെ ഇപ്രകാരം ഒന്ന് ഭാവന ചെയ്തു നോക്കാം. ഒരു നല്ല മനുഷ്യൻ, വിശുദ്ധനായ, വിശുദ്ധിയിലും പുണ്യത്തിലും ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തെ ഏതെങ്കിലും വർഗീയവാദികളുടെ ഒരു സംഘം ആളുകൾ ക്രൂരമാം വിധത്തിൽ തല്ലിച്ചതച്ച് വഴിയിലൂടെ വലിച്ചിഴച്ച് കൊലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നുവെന്ന് സങ്കല്പിക്കുക. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഇമാജിനേഷനായി നിങ്ങൾക്ക് തോന്നാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും നടന്നിട്ടുള്ള, സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അതായത് ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയാകാൻ കടന്നു ചെന്നിട്ടുള്ള ഒത്തിരിയേറെ വ്യക്തികൾ, ഒരുപക്ഷെ വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഈശോയെ സാക്ഷ്യപ്പെടുത്താനും മിഷൻ വേല ചെയ്യാനും അനേകരെ യേശു സ്നേഹത്തിലേക്ക് ആകർഷിക്കാനും പരിശ്രമിക്കുന്ന വിദേശ മിഷണറിമാരാകാം. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ചെന്ന് ഈശോയെ അറിയാത്തവർക്കിടയിൽ ഈശോയെ പറഞ്ഞു കൊടുക്കാൻ, പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി, ജീവിതം കൊണ്ട് സാക്ഷിയാകാൻ വേണ്ടി നാടും വീടും വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ ഉപേക്ഷിച്ച് ചെന്നിട്ടുള്ള ഒത്തിരിയേറെ മിഷണറിമാർ. അവരിൽ അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അൽമായരുണ്ട്, ഇങ്ങനെ പല വിഭാഗം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവരിൽ ഒരുപാട് പേർക്ക് ദാരുണമാം വിധത്തിലുള്ള, ക്രൂരമാം വിധത്തിലുള്ള പീഡനങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ അവസാനം മരണത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ കുറേ നാളുകൾക്ക് മുമ്പും ഈ കാലഘട്ടങ്ങളിലുമൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അതല്ലെങ്കിൽ ചില വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട്. ഏറ്റവും കൂടുതലായി ക്രിസ്ത്യൻ മാഗസീനുകളിലൂടെയൊക്കെ ഇത്തരം സംഭവങ്ങൾ നമ്മൾ ധാരാളം വായിക്കാറുണ്ട്. അതിൽ തന്നെ ചിലരുടെയൊക്കെ മരണങ്ങൾ വിവരിക്കുന്നത് കേൾക്കുമ്പോൾ ഏകദേശം ക്രിസ്തു കടന്നുപോയതുപോലെ തന്നെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ക്രിസ്ത്യൻ മാഗസീനുകളിലൊക്കെ വായിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ വലിയ ഭാരമുള്ള കമ്പ് പിൻകഴുത്തിൽ വെച്ച് കൈകൾ രണ്ടും അതിനോട് ചേർത്ത് വെച്ച് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ വഴിയിലൂടെ ക്രൂരമാം വിധത്തിൽ ഒരു വലിയ സംഘം ആളുകൾ തല്ലിച്ചതച്ച് ചില മനുഷ്യരെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളതും ക്രൂരമാം വിധത്തിൽ അവരെ കൊലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇത് കണ്ടു നിന്നിട്ടുള്ള ഒരുപാട് പേര്, ഒരുപക്ഷെ നമ്മൾ ചോദിക്കാം, ഇത് കണ്ടു നിന്ന ആൾക്കാർ ആരും എന്തേ സഹായിക്കാൻ ഒരു വിരൽ പോലും അനക്കാത്തത്? ഒരുപക്ഷെ ഈ വ്യക്തിയോടുള്ള വിരോധമാകാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയാകാം. ഇനി അതുമല്ല, ഈ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞാൽ പോലും ഈ വ്യക്തി ഒരുപാട് നന്മകൾ
ചെയ്തിട്ടുണ്ട് എന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ പോലും ഇദ്ദേഹം ഒരു നല്ല ക്രിസ്ത്യാനിയാണെന്നും ഇദ്ദേഹം ഒരു വിശുദ്ധനാണെന്നും ഇദ്ദേഹം മരിച്ചാൽ നേരെ സ്വർഗത്തിൽ പോകുമെന്നും ഉറപ്പുള്ള വ്യക്തികളാണ് അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരിൽ ക്രിസ്ത്യാനികൾ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും സഹായിക്കാനായി ഒരാളും കടന്നു വരാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് തീർച്ചയായും ആ സഹായിക്കുന്ന വ്യക്തിയും അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നതെന്ന് കരുതുക. ഇതാ ഒരു മനുഷ്യനെ ക്രൂരമാം വിധത്തിൽ തല്ലിച്ചതച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ ജനൽ വാതിലിനിടയിലൂടെ പതുങ്ങി നിന്ന് ഈ കാഴ്ച നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ആ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ആ മനുഷ്യൻ ഒരു വിശുദ്ധനായ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. മരിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നേരെ തന്നെ പ്രവേശിക്കുമെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. ഇതൊക്കെ ശരി തന്നെ. എന്നാൽ പോലും ഒരുപക്ഷെ ആ വ്യക്തിയെ സഹായിക്കാൻ ഓടിച്ചെല്ലാൻ നമ്മൾ ആരും തയ്യാറായെന്ന് വരില്ല. കാരണം ഭയം കൊണ്ടാണ്, പേടിച്ചിട്ടാണ്. ഇതേ ക്രൂരമായ അനുഭവത്തിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും പ്രവേശിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഭയം കാരണം അതിന് മിക്കവാറും നമ്മൾ ആരും തയ്യാറായെന്ന് വരില്ല. പൊതുവെ പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിലൊന്ന് വെറോനിക്കായെ ധ്യാനിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. ക്രൂരമാം വിധത്തിൽ റോമൻ പടയാളികൾ ഇതാ ഈശോയെ തല്ലിച്ചതച്ച് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് അവർക്കിടയിലൂടെ ഓടിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ, ഈശോയുടെ അടുത്ത് വരെ എത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ സാഹസം നിറഞ്ഞൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കാൻ? മിക്കവാറും ഇതുപോലെ തന്നെ വെറോനിക്കായും ക്രൂരമാം വിധത്തിൽ തല്ലിച്ചതയ്ക്കപ്പെട്ടേക്കാം. ഒരുപക്ഷെ മാനഭംഗം ചെയ്യപ്പെട്ടേക്കാം, ഒരുപക്ഷെ കൊല ചെയ്യപ്പെട്ടേക്കാം. എന്തു വേണമെങ്കിലും സംഭവിക്കാം. ആരും ചോദിക്കാനില്ല, ആർക്കും ചോദിക്കാനായിട്ട് സാധിക്കുകയില്ല, ആരും സഹായിക്കുകയില്ല. തീർച്ചയായും ഇത് ചെയ്ത വെറോനിക്കായുടെ സുഹൃത്തുക്കൾ പോലും ഒരുപക്ഷെ വെറോനിക്കായെ കുറ്റപ്പെടുത്താനാണ് സാധ്യത. പക്ഷെ ഇതൊന്നും വെറോനിക്ക ചിന്തിക്കുന്നില്ല. തനിക്കെന്ത് സംഭവിക്കുമെന്ന് വെറോനിക്ക ചിന്തിക്കുന്നില്ല. അവളിതാ സകല ആരെയും നോക്കാതെ, അവളുടെ മുൻപിൽ ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പട്ടാളക്കാരെ ആരെയും കണ്ടില്ല, അവിടെ നിൽക്കുന്ന മറ്റു മനുഷ്യരെ ആരെയും കണ്ടില്ല. ഇതാ അവൾ കാണുന്നത് നിണമണിഞ്ഞ മുഖവുമായി നടന്നു നീങ്ങുന്ന ക്രിസ്തുവിനെ മാത്രം, കണ്ണീരൊലിപ്പിക്കുന്ന മുഖവുമായി നടന്നു നീങ്ങുന്ന ക്രിസ്തുവിനെ മാത്രം, ചോരയൊലിപ്പിച്ച മുഖവുമായി നടന്നു നീങ്ങുന്ന ക്രിസ്തുവിനെ മാത്രം. ഇതാ ആ മുഖം മാത്രം കണ്ടുകൊണ്ട് മറ്റൊന്നും കാണാതെ അവൾ കുതിച്ചു ചാടി ഓടിച്ചെല്ലുകയാണ് ക്രിസ്തുനാഥന്റെ അരികിലേക്ക്. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? എങ്ങനെ സാധിച്ചു വെറോനിക്കാക്ക്? അതിന് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാൻ സാധിക്കും. ഒറ്റ വാക്കിൽ, സ്നേഹം. സ്നേഹമെന്ന ഒറ്റ വാക്കിൽ വെറോനിക്കായുടെ ധൈര്യത്തെ, ഈ സാഹസത്തെ നമുക്ക് നിർവചിക്കാനായിട്ട് സാധിക്കും. കുരിശിൻ്റെ വഴി, അബേലച്ചൻ എഴുതിയ കുരിശിൻ്റെ വഴി പുസ്തകത്തിൽ മനോഹരമായി ഈ ഒരു കാര്യത്തെ ഒറ്റ വാചകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം ഒരിക്കലും പ്രതിബന്ധങ്ങൾ അറിയുന്നില്ല. നമ്മുടെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളൊന്നും സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അറിയുകയില്ല. നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു അമ്മ സ്വന്തം കുഞ്ഞ് പട്ടിണി കിടന്ന് കരയുമ്പോൾ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരുപക്ഷെ അയൽപക്കത്തുള്ള വീടുകളിൽ തെണ്ടി നടന്നേക്കാം, കൈനീട്ടിയേക്കാം. ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ മുൻപിലും കൈനീട്ടാത്ത ഒരു വ്യക്തി ആയിരിക്കാം ആ സ്ത്രീ. അങ്ങനെ കൈനീട്ടുന്നത് അങ്ങേയറ്റം അപമാനകരമായും അവഹേളനാപരമായും അഭിമാനക്ഷതമായും കണക്കാക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ആ സ്ത്രീ. പക്ഷേ സ്വന്തം കുഞ്ഞ് പട്ടിണി കിടക്കുമ്പോൾ, കുഞ്ഞ് പട്ടിണി കിടന്ന് കരയുമ്പോൾ ആ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടി തൻ്റെ അഭിമാനം മറന്ന്, പ്രതിബന്ധങ്ങളൊക്കെ മറന്ന് ഇതാ അവൾ ഈ സാഹസത്തിന് തയ്യാറാകും. എന്താണ് അതിൻ്റെ കാരണം? സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം ഒരിക്കലും പ്രതിബന്ധം അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു ബന്ധു രോഗിയായി. അദ്ദേഹത്തിന് ക്യാൻസർ എന്ന രോഗം ബാധിച്ച് വളരെ മാരകമായ ഒരു അവസ്ഥയിലൂടെയൊക്കെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഏത് വിധത്തിലും തൻ്റെ അനുജനെ രക്ഷിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്താൽ സാധിക്കുന്നിടത്തോളം കൊണ്ടുപോകാവുന്ന ഇടങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി ചെയ്യാവുന്ന എല്ലാ രീതിയിലും ആ അനുജന് വേണ്ടി എന്തെല്ലാം ചികിത്സ കൊടുക്കാവോ അതിനുവേണ്ടി എന്തും ചെലവഴിക്കാൻ അദ്ദേഹം ധാരാളം മനസ്സോടെ തയ്യാറായി. അപ്പോൾ ഒരു ഒത്തിരി പണച്ചെലവുള്ള ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ആസ്പത്രിയെക്കുറിച്ച് ഇങ്ങനെ ആ ആസ്പത്രിയിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ എൻ്റെ അനുജൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു:
അവിടെ വലിയ പണച്ചെലവുള്ള ആസ്പത്രിയാണ്, അവിടെ പോകുന്നോ വേണ്ടയോ എന്നുള്ള കാര്യം ഒന്നും കൂടെ ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, വീട് വിറ്റിട്ടാണെങ്കിലും പറമ്പ് വിറ്റിട്ടാണെങ്കിലും എല്ലാം വിറ്റിട്ടാണെങ്കിലും ഞാൻ എൻ്റെ അനുജൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യും. വീട് വിറ്റിട്ടാണെങ്കിലും പറമ്പ് വിറ്റിട്ടാണെങ്കിലും എൻ്റെ അനുജൻ്റെ ജീവൻ രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും. പ്രിയപ്പെട്ടവരെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം ഒരിക്കലും പ്രതിബന്ധങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് സ്വന്തം മക്കൾക്ക് വേണ്ടി, സ്വന്തം ജീവിത പങ്കാളിക്ക് വേണ്ടി, സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി, ഒരുപക്ഷെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി, വേറെ ചിലപ്പോൾ സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത വലിയ ത്യാഗങ്ങളും വലിയ സഹനങ്ങളുമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾ. അപ്രകാരം ഏറ്റെടുക്കുന്നതിൻ്റെ കാരണം ഇതാണ്, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിലൊരു വാർത്ത വായിച്ചു. തൃശ്ശൂര് ഒരു മനുഷ്യൻ സ്വന്തം സുഹൃത്തിന് കരള് മുറിച്ച് നൽകിയ ഒരു വാർത്ത പത്രത്തിൽ വായിക്കുകയുണ്ടായി. സ്വന്തം കരളിൻ്റെ ഒരു ഭാഗം ഇതാ സ്വന്തം സുഹൃത്തിന് മുറിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നോക്കാൻ ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്ത കുടുംബത്തിൽ അംഗങ്ങളുണ്ട്. പക്ഷേ ആ വ്യക്തിക്ക് കരള് ദാനം ചെയ്യാൻ സ്യൂട്ടബിളായ, അതിന് യോജിച്ച കരള് ദാനം ചെയ്യാൻ പറ്റുന്ന ഒന്നും കണ്ടെത്താതെ വന്നപ്പോൾ ഇത് സ്വന്തം കരൾ അതിനു വേണ്ടി മുറിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ വായിക്കാൻ ഇടവന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഉത്തരം? ഒന്നേ ഉള്ളൂ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ഇതേപോലത്തെ തന്നെ മറ്റൊരു വാർത്ത, സ്വന്തം അപ്പനും അതുപോലെ തന്നെ അമ്മൂമ്മയും ചേർന്ന് ഒരു കൊച്ചു കുഞ്ഞിന് കരള് പകുത്തു കൊടുത്തതായി, അങ്ങനെ ആ കുഞ്ഞ് ജീവനിലേക്ക് പ്രവേശിച്ചതായി. സ്വന്തം കരള് മുറിച്ച് നൽകാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അതല്ലെങ്കിൽ 2 കിഡ്നികളുള്ള ഒരു വ്യക്തി, കിഡ്നികൾ രണ്ടും തകരാറിലായ ഒരാൾക്ക് ഒന്ന് ദാനം ചെയ്യാൻ തയ്യാറാകുന്നതിൻ്റെ പുറകിലെ കാരണം എന്താണ്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്നേഹം ഒരിക്കലും പ്രതിബന്ധങ്ങൾ അറിയില്ല. സ്വന്തം ശരീരത്തിൻ്റെ പകുതി നഷ്ടപ്പെട്ടാലും, സ്വന്തം ജീവന്റെ പാതി നഷ്ടപ്പെട്ടാലും, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, സമയം, ആരോഗ്യം, ജീവിതത്തിൻ്റെ സുഖങ്ങൾ, സന്തോഷങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സകലതും കൊടുക്കാൻ തയ്യാറാകുന്ന മനസ്സ്, അതിൻ്റെ കാരണം ഇതാണ്, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ മണ്ടത്തരങ്ങളാണ് പലതും. കാരണം ആ വ്യക്തിക്ക് തുടർന്നുള്ള ജീവിതം, ഒരുപക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, ഈ തൃശ്ശൂര് നടന്ന ഈ സംഭവം, സ്വന്തം സുഹൃത്തിന് കരള് പകുത്തു കൊടുക്കാൻ തയ്യാറായ മനുഷ്യൻ, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ അത് പകുത്തു നൽകാൻ തയ്യാറായ മനുഷ്യൻ, അദ്ദേഹം ഈ വിവരം തൻ്റെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയൊക്കെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായും മിക്കവാറും എല്ലാവരും തന്നെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിനക്കുള്ള ഭ്രാന്തുണ്ടോ? വെറുതെ ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് പോകുന്നത്, വേണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചോ, പറ്റുന്ന വിധത്തിൽ മറ്റു രീതിയിലൊക്കെ സഹായം ചെയ്തോ, അല്ലാണ്ട് സ്വന്തം കരൾ മുറിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതോടുകൂടെ നിനക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, നിനക്കുണ്ടാകാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, നിനക്കുണ്ടാകാൻ പോകുന്ന പിന്നീട് തുടർന്നുള്ള ജീവിതത്തിലുണ്ടാകുന്ന വലിയ പ്രയാസങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് മിക്കവാറും ആ മനുഷ്യനെ പലരും നിരുത്സാഹപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് സാമാന്യഗതിയിൽ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ അതിജീവിച്ച് ഈ മനുഷ്യൻ തൻ്റെ കരളിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്തുവെങ്കിൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. സ്വന്തം സുഹൃത്തിനോടുള്ള സ്നേഹം അദ്ദേഹത്തെ കരള് പകുത്തു കൊടുക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പത്രത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോട്ടിവേഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന പ്രചോദനാത്മകമായ ചില ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ബസ്സിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അടുത്തിരുന്ന ഒരു മനുഷ്യനുമായിട്ട് പരിചയപ്പെട്ടു, സംസാരിച്ചു. ആ യാത്രക്കിടയിൽ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, താങ്കൾ പോകുന്നത് എവിടേക്കാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു ആസ്പത്രിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെ ഒരു വ്യക്തിക്ക് കിഡ്നി ദാനം ചെയ്യാനാണ് ഞാൻ പോകുന്നത്. എൻ്റെ 2 വൃക്കകളിൽ ഒന്ന് ദാനം ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഉടനെ തന്നെ ഈ മനുഷ്യൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താങ്കൾ വൃക്ക ദാനം ചെയ്യാനാണ് പോകുന്നതെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം കോടീശ്വരനാണ്, അദ്ദേഹത്തിൻ്റെ വൃക്കകൾ രണ്ടും തകരാറിലാണ്, ഒരു വൃക്കയ്ക്ക് വേണ്ടി അദ്ദേഹം നെട്ടോട്ടം ഓടുന്നു, അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് ഇത് കൊടുക്കാനായിട്ട് താങ്കൾ തയ്യാറാകുമോ? എത്ര പണം വേണമെങ്കിൽ അദ്ദേഹം തരും, ഇതിന് തയ്യാറാകുമോ എന്ന് ചോദിച്ചു. ഉടനെ ഈ മനുഷ്യൻ പുഞ്ചിരിയോടെ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ പണത്തിന് വേണ്ടിയിട്ടല്ല എൻ്റെ ഈ വൃക്ക ദാനം ചെയ്യുന്നത്. ഞാൻ പണത്തിന് വേണ്ടിയിട്ടല്ല ഇത് ദാനം ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ഞാൻ ആർക്കാണോ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മറ്റാർക്കുമല്ല, 6 കുഞ്ഞുങ്ങളുള്ള ഒരമ്മയ്ക്ക്, വിധവയായ ഒരമ്മയ്ക്ക്, 6 കുഞ്ഞുങ്ങളുള്ള വിധവയായ ഒരു അമ്മയ്ക്കാണ് ഞാൻ എൻ്റെ കിഡ്നികളിൽ ഒന്ന് ദാനം ചെയ്യാൻ പോകുന്നത്. ആ അമ്മ താങ്കളുടെ സുഹൃത്താണോ? താങ്കൾക്ക് പരിചയമുണ്ടോ? താങ്കളുടെ ബന്ധുവാണോ? ഇല്ല, എൻ്റെ പരിചയത്തിലുള്ള ആരുമല്ല, എൻ്റെ ബന്ധുവല്ല, എനിക്ക് ഒരു പരിചയവും ആ വ്യക്തിയില്ല. പത്രത്തിലൊരു വാർത്ത കേട്ടു, കിഡ്നി മാറ്റിവെക്കാൻ ഒരു സാധു സ്ത്രീ സാമ്പത്തിക സഹായം തേടുന്നു. 6 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവ് മരിച്ചുപോയി, കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും ഇതാ ഈ കുഞ്ഞുങ്ങളെ വളർത്തുകയാണ് ഈ അമ്മ. അപ്പോഴാണ് ഈ രോഗം. അതുകൊണ്ട് ആരെങ്കിലും സാമ്പത്തികമായി സഹായിക്കണമെന്ന്. സാമ്പത്തികമായി സഹായിക്കാൻ എൻ്റെ കൈവശം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ആരോഗ്യമുള്ള 2 കിഡ്നികളുണ്ട്, അതിലൊന്ന് കൊടുത്തേക്കാമെന്ന് കരുതി ഞാൻ പോവുകയാണ്. മറ്റ് വേറെ തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ, ബ്ലഡ് ഗ്രൂപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ചേർന്ന് പോകുന്നതാണ് എങ്കിൽ ഞാൻ ഇത് തന്നെയായിരിക്കും ചെയ്യുക. അവിടെ ചെല്ലും, എൻ്റെ കിഡ്നി സൗജന്യമായി ആ സ്ത്രീക്ക് ദാനം ചെയ്യും, തിരിച്ചു പോരും എന്ന് പറഞ്ഞ് അദ്ദേഹം പണം ഒരിക്കലും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഈ ഒരു വലിയ സ്വയം ദാനത്തിന് തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അലിവുള്ള മനുഷ്യ മനസ്സുകളിൽ നിന്ന് ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെ നിർഗളനങ്ങൾ സംഭവിക്കുമ്പോൾ സ്നേഹം പ്രതിബന്ധങ്ങൾ അറിയാത്ത വിധം സ്നേഹിക്കാനായിട്ട് തയ്യാറാകുന്ന ചില മനുഷ്യരെയൊക്കെ നമ്മുടെ ചുറ്റിലും കാണാനായിട്ട് സാധിക്കും. വെറോനിക്ക ഏറ്റവും നല്ല ഉദാഹരണമായി ഇതാ പ്രത്യക്ഷപ്പെടുന്നു. പ്രതിബന്ധങ്ങൾ അറിയാത്ത വിധം അവൾ ഈശോയെ സ്നേഹിച്ചു. പ്രതിബന്ധങ്ങൾ അറിയാത്ത വിധം അവൾ ഈശോയെ സ്നേഹിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? ഈശോ അവൾക്കൊരു പ്രതിസമ്മാനം കൊടുത്തു. വലിയൊരു പ്രതിസമ്മാനം ഈശോ അവൾക്ക് കൊടുക്കുകയാണ്. എന്താണ് പ്രതിസമ്മാനം? ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായാചിത്രം അവളുടെ സ്നേഹത്തുവാലയിൽ ഈശോ പതിപ്പിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഛായാചിത്രം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പതിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈശോ ഈ ഛായാചിത്രം പതിപ്പിച്ചു കൊടുത്തത് കേവലം ഒരു തുണിക്കഷ്ണത്തിലല്ല, നേരെ മറിച്ച് അവളുടെ ഹൃദയത്തിലാണ്. ഹൃദയമാകുന്ന വെൺതൂവാലയിൽ ഈശോ ഇതാ തൻ്റെ തിരുമുഖത്തിന്റെ ഛായാചിത്രം പതിപ്പിച്ചു കൊടുക്കുന്നു. ആ ഛായാചിത്രത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. എങ്ങനെയാണ് വെറോനിക്ക തൻ്റെ ഹൃദയത്തിൽ ഈശോയുടെ തിരുമുഖ ഛായാചിത്രം പതിപ്പിച്ചത്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായാചിത്രം പതിപ്പിക്കാം. ഞാൻ നേരത്തെ കുറെ ഉദാഹരണങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അവരൊക്കെ ക്രിസ്തുവിന്റെ തിരുമുഖത്തിന്റെ ഛായാചിത്രം ഹൃദയത്തിൽ പതിപ്പിച്ചവരാ. ക്രിസ്തുവിന്റെ തിരുമുഖത്തിന്റെ ഛായാചിത്രം ഹൃദയത്തിൽ പതിപ്പിച്ചവരാ. സാധിക്കുന്നിടത്തോളം തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്കായി ദാനം ചെയ്തപ്പോൾ, അതല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ അറിയാത്ത വിധം മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറായപ്പോൾ, ഇതാ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, തങ്ങളുടെ ഹൃദയത്തിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായാചിത്രം പതിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിലേക്കൊക്കെ സാധിക്കുന്നിടത്തോളം സ്നേഹം ഒഴുക്കിക്കൊണ്ട് ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായാചിത്രം ഹൃദയത്തിൽ പതിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്. ആരോഗ്യം, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, പദവികൾ, സമയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇങ്ങനെ പലതും നഷ്ടപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന, സ്നേഹത്തെ പ്രതി നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു അത്ഭുതമാണ് ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായാചിത്രം ഇതാ സ്വന്തം ഹൃദയത്തിൽ പതിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ക്രൂശിതനായ ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.